السلام عليكم ورحمة الله. الحمد لله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين. صدق الله العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പടച്ചനാഥൻ നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പൂർവികരായ നമ്മുടെ പ്രപിതാക്കന്മാർ കേരളത്തിലെ അറിയപ്പെട്ട കച്ചവടക്കാരായിരുന്നു. സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ജനനന്മകൾ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിഷിദ്ധങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി ബദ്ധശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് വ്യാപാരം നടത്തിയവരായിരുന്നു നമ്മുടെ പൂർവികരായ നമ്മുടെ കാരണവന്മാർ. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നു വന്ന അറബികൾ, കൊടുങ്ങല്ലൂരിലേക്ക് വന്ന മാലിക് ദീനാറും സംഘവും ഇസ്ലാമിൻ്റെ പ്രബോധനവും കച്ചവട ദൗത്യവുമായിട്ട് കൊച്ചു കേരളത്തിലേക്ക് വന്നുവെങ്കിൽ അവരുടെ ജീവിതം ബഹുസ്വര സമൂഹത്തിന് ഏറെ മാതൃകാപരമായിരുന്നു. കാരണം അവരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാൻ വേണ്ടി ഇളനീര് പൊട്ടിച്ച് അവർക്ക് കുടിക്കാൻ കൊടുക്കുമ്പോൾ അവർ അത് കയ്യിലേക്ക് വാങ്ങിയിട്ട് ചോദിക്കും, ഈ മുതൽ എവിടെ നിന്നാണ്, ആരുടേതാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവരത് കുടിച്ചിരുന്നത്. ഇവിടുത്തെ സഹോദര സമുദായ അംഗങ്ങൾ അവരെ നിഷ്കളങ്കമായി സ്വീകരിച്ചിരുന്നത് സത്യസന്ധമായ അവരുടെ ജീവിതം കണ്ടിട്ടാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഡച്ചുകാരാണെങ്കിലും അതുപോലെ ബ്രിട്ടീഷുകാരാണെങ്കിലും മറ്റുതര സമൂഹങ്ങളൊക്കെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥകളാകുന്ന സുഗന്ധദ്രവ്യങ്ങളെയും ചൂഷണം ചെയ്യുകയും ഈ നാടിനെ കട്ടുമുടിക്കുവാൻ വേണ്ടി കടന്നു വന്നവരായിരുന്നുവെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി കടന്നു വന്നിരുന്ന അറബികൾ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായ സത്യസന്ധതയും അടച്ചനാഥൻ്റെ മുന്നിൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമെന്നുള്ള ബോധം അവരുടെ ജീവിതങ്ങളിലൊക്കെയും നിഴലിച്ചു കണ്ടിരുന്നു. അവരിൽ നിന്നും മാതൃക കിട്ടിയ നമ്മുടെ പൂർവികരായ പ്രപിതാക്കന്മാരൊക്കെയും അള്ളാഹുവിൻ്റെ നിഷിദ്ധങ്ങളിൽ നിന്ന്, അള്ളാഹു ഹറാമാക്കിയ അരുതായ്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരുന്നു അവരൊക്കെയും.
എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സമകാലിക സാഹചര്യത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളെ ലാഘവത്തോടെ നിസ്സാരവൽക്കരിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനം നമുക്ക് ഇപ്രകാരം വായിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അല الناس സമാൻ യഅകുലൂന ഫീഹി الربا ഖീല الناس كلهم ഖാല മൻ ലം യഅകുലുഹു മിൻഹും നാലുഹു മിൻ ഗിയാരിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, യഅതി അല الناس, എൻ്റെ ഉമ്മത്തികളുടെ മേൽ ഒരു കാലഘട്ടം വരും, അവർ ഏതെങ്കിലുമൊക്കെ രൂപങ്ങളിൽ അവർ പലിശ ഭക്ഷിക്കുന്നവരാണ്. ഇത് കേട്ടുകൊണ്ട് ഒരു അനുചരൻ ചോദിച്ചു, അന്നാസു കുല്ലുഹും, പ്രവാചകരെ മുഴുവൻ മനുഷ്യരും ഭക്ഷിക്കുമെന്നാണോ അങ്ങ് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മല്ലം യഅകുലുഹു മിൻഹും നാലഹു മിൻ ഗുബാരിഹി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് ഭക്ഷിക്കാത്തവനെ അതിൻ്റെ ധൂളിയെങ്കിലും അതിൻ്റെ ചെറിയ കണികയെങ്കിലും ബാധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 മഹാപാപങ്ങളിൽ ഒന്നായി എടുത്തു പറയുകയും ചെയ്ത അതീവ ഗുരുതരമായ സാമ്പത്തിക കുറ്റമാണ് പലിശ. അർഹതയില്ലാതെ അന്യരുടെ ധനം തട്ടിയെടുക്കലാണത്. പിടിച്ചുപറി, മോഷണം എന്നിവയേക്കാൾ നീചമായ ഒരു പൈശാചികമായ സാമൂഹ്യ തിന്മയായിക്കൊണ്ടാണ് ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 278 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവീൻ. വദറൂ മാ ബഖിയ മിനർ റിബ, പലിശയിൽ നിന്നും ബാക്കിയുള്ളതിനെ നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുവീൻ. ആ നിഷിദ്ധത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ. അതീവ ഗൗരവത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കച്ചവടത്തിനു വേണ്ടി, നമുക്ക് പാർക്കാൻ ഭവനങ്ങൾക്കു വേണ്ടി, നമുക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾക്കു വേണ്ടി, നമ്മുടെ മക്കളുടെ പഠനങ്ങൾക്കു വേണ്ടി, ആവശ്യത്തിനും അനാവശ്യത്തിനും ആർഭാടങ്ങൾക്കുമായി ബാങ്കുകളെ സമീപിച്ചുകൊണ്ട് പലിശ ഇടപാടുകളുമായി, അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളുമായി ഇടപഴകിക്കൊണ്ട് എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നത്? 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം, അള്ളാഹുവേ നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് സമാധാനം. ഈ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സ്വസ്ഥമായി ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഒക്കെയും. എന്നാൽ പ്രിയമുള്ളവരെ, അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളുമായി ബന്ധപ്പെടുന്നതിലൂടെ, അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗങ്ങളിലൂടെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഉപജീവന മാർഗം മുൻപോട്ട് കൊണ്ടുപോകാം നാം എന്നാഗ്രഹിക്കുന്നതിലൂടെ നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു നിശ്ചയിച്ച അനുഗ്രഹം ഉയർത്തപ്പെടും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മസ്സദ് 2-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതിന്റെ 1-ാമത്തെ വചനം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂ ലഹബിന്റെ 2 കരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ട് 2-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്, മാ അഗ്നാ അൻഹു
അവന് ഗുണം ചെയ്യുകയില്ല, അവന് പ്രയോജനപ്പെടുകയില്ല, അവന് ഉപകാരപ്പെടുകയില്ല. മാലുഹു അവന്റെ ധനവും, വമാ കസബ് അവന്റെ സമ്പാദ്യങ്ങളും, അവന്റെ ധനവും അവന്റെ സമ്പാദ്യങ്ങളാകുന്ന അവന്റെ മക്കളും, അവന്റെ എന്തൊക്കെ സമ്പാദ്യങ്ങളുണ്ടോ അതിലൊന്നും അള്ളാഹു യാതൊരു ബർക്കത്തും ചെയ്യുകയില്ല, യാതൊരു അനുഗ്രഹവും ചെയ്യുകയില്ല. നമുക്ക് കിട്ടുന്ന വരുമാനം വളരെ പരിമിതമാണെങ്കിലും, നമ്മുടെ കച്ചവടം വളരെ തുച്ഛമായ രൂപത്തിൽ പോകുന്നതാണെങ്കിലും, അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടാണ് ആ ധനാഗമ മാർഗങ്ങളെ നാം വിപുലീകരിക്കേണ്ടത്. അള്ളാഹു നിഷിദ്ധമാക്കിയ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ നിഷിദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മുൻപോട്ട് പോയാൽ അബൂലഹബിന്റെ സമ്പത്തിൽ, ആ സമ്പത്തിൽ നിന്ന് ബർക്കത്ത് ഉയർത്തപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമാധാനവും സ്വസ്ഥതയും നമ്മുടെ സമ്പത്തിന്റെ ധന്യതയും അള്ളാഹു ഉയർത്തപ്പെടും. പ്രിയമുള്ളവരെ, എനിക്കറിയാവുന്നൊരു സഹോദരൻ ഗൾഫിൽ, അദ്ദേഹം കുറേയധികം കാലം സമ്പാദിച്ചു. കുടുംബത്തോടൊപ്പം ചെറിയ വീടിന്റെ ഉള്ളിൽ അദ്ദേഹവും മക്കളുമൊക്കെയായി താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ വല്ലാത്തൊരു ആഗ്രഹമാണ് നാട്ടിലെവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം വാങ്ങി ഒരു ചെറിയ ഭവനം വെക്കണം. അങ്ങനെ ഗൾഫിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നാടിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു ഇച്ചിരി സ്ഥലം വാങ്ങി. അങ്ങനെ വളരെ ആഗ്രഹത്തോടുകൂടി ഒരു ഭവന നിർമ്മാണവുമായി അദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പലരും അദ്ദേഹത്തെ ഉപദേശിക്കാൻ തുടങ്ങി. അതിന്റെ എഞ്ചിനീയറും അദ്ദേഹത്തെ ഉപദേശിക്കാൻ തുടങ്ങി. ആയുസ്സിലൊരിക്കലാണല്ലോ ഒരു വീട് നിർമ്മിക്കുന്നത്, അപ്പോൾ അത് നന്നായി നിർമ്മിക്കുക. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ പരിമിതമായ ചെറിയ ബഡ്ജറ്റിൽ നിന്ന് അദ്ദേഹം മാറി അദ്ദേഹം വിവിധ ബാങ്കുകളെ സമീപിക്കുകയുണ്ടായി. കൊട്ടാര സമുച്ചയമായ ഒരു ഭവനം അദ്ദേഹം പണി കഴിപ്പിച്ച് 1 വർഷം പോലും സ്വസ്ഥമായി ആ ഭവനത്തിൽ വിശ്രമിക്കാൻ കഴിയാതെ അവസാനം ഈ ലോണും പലിശയടക്കം തിരിച്ചടക്കാൻ നിവൃത്തിയില്ലാതെ ആ സഹോദരൻ പൂർണ്ണമായും അത് വിറ്റഴിക്കുകയും വലിയൊരു കടബാധ്യതയിലേക്ക് അദ്ദേഹം വലിച്ചെറിയപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ സമ്പത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്തും അവന്റെ അനുഗ്രഹവും നമുക്കുണ്ടാകണമെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അർരിബാ സലാസും വസബഊന ബാബ, പലിശയ്ക്ക് 73ഓളം കവാടങ്ങളുണ്ട്. ഐസറുഹാ മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മഹ്, അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തേണ്, അതിലേറ്റവും നിസ്സാരമായതുപോലും ഒരാൾ തൻ്റെ മാതാവിനെ വ്യഭിചരിക്കുന്നത് പോലെ മ്ലേച്ഛമാണ് എന്നാണ് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ റസൂല് മക്കയിൽ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി കൊണ്ടാണ് അതിനെ നിർമാർജനം ചെയ്തത്. എന്തെല്ലാം സാമൂഹികമായ തിന്മകളുണ്ടോ ഒന്നാലോചിച്ചു നോക്കുക. വലിയ വലിയ യുദ്ധരംഗങ്ങളിൽ കൊല്ലപ്പെട്ടവരെക്കാളേറെയും ഇത്തരം ലോണുകളുമായി, ഇത്തരം ഹറാമുകളുമായി ബന്ധപ്പെട്ട മനുഷ്യർ ആത്മഹത്യകളിലേക്കും, എത്രയെത്രയോ കൃഷിക്കാരാണ്, എത്രയെത്രയോ കൃഷി ചെയ്ത് ഉപജീവനം നടത്തിയവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യകളിലേക്ക് പോകുന്നവർ. കൊറോണ രോഗത്തിന്റെ വ്യാപനത്തിനു മുമ്പ് വിവിധ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് സർക്കാർ കുറെ സമാശ്വാസവും ആശ്വാസവും ഒക്കെ നൽകി. എന്നാൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിക്കാനിടയായി ആ തടസ്സങ്ങൾ പൂർണ്ണമായി മാറിക്കൊണ്ട് പൂർണ്ണമായും ബാങ്കുകൾ അവരുടെ ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചടക്കേണ്ടി വരുന്നൊരു സാഹചര്യം. കൊറോണ രോഗത്തിന്റെ വ്യാപനം ശക്തമായപ്പോൾ, വ്യാപാരങ്ങൾ തകർന്നടിഞ്ഞപ്പോൾ ഇപ്പോൾ ഓരോ സഹോദരങ്ങളും അറിയാതെ ചിന്തിച്ചു പോവുകയാണ്,
അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളിൽ നിന്ന് ഞാൻ അകന്നിരുന്നുവെങ്കിൽ, എൻ്റെ വരുമാനം വളരെ തുച്ഛമായിരുന്നുവെങ്കിലും അതിൽ അള്ളാഹു ബർക്കത്ത് നൽകുമായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാനും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു അനുവദിച്ച ഹലാലായ ഭക്ഷണം നൽകിക്കൊണ്ട് ഹലാലായ രൂപത്തിൽ ജീവിതം നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിലും യഥാർത്ഥ മുത്തഖീങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ, അറിവില്ലായ്മ കൊണ്ട്, ഈമാനിന്റെ ബലഹീനത കൊണ്ട് നാഥാ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ നാഥാ ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ. അവശേഷിക്കുന്ന ജീവിതം പടച്ചനാഥൻ തൃപ്തിപ്പെടുന്ന, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു തൃപ്തിപ്പെടുകയും അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ. കൊറോണ രോഗം കൊണ്ട്, പ്രയാസം കൊണ്ട്, സാമ്പത്തികമായ പരുങ്ങലും പ്രശ്നങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹുവെ ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ സ്വപ്നങ്ങളായ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഈമാനികമായ ഒരു ജീവിതവും ഈമാനികമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹറാമുകളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സൽസരണിയിലൂടെയുള്ള, പ്രവാചക മാതൃകയിലൂടെയുള്ള സ്വഹാബത്തിന്റെ ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.